നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് കണ്ടു. ഒരു ഡീസന്റ് നീറ്റ് വാച്ച്. അതാണ് ഈ പടം. അത്യാവശ്യം കുറച്ച് കോമഡീസ് ഉള്ള, കുറച്ച് ആക്ഷൻസ് ഉള്ള, കുറച്ച് പേടിപ്പിക്കാനുള്ള, കുറച്ച് റൊമാൻസ് ഉള്ള, അങ്ങനത്തെ ഒരു പാക്കേജ് പടം എന്ന് പറയില്ലേ. ഡീസന്റ് എന്റർടൈൻമെന്റ്. അതായത് നിങ്ങൾക്ക് ഹൊറർ കോമഡീസ് ഇഷ്ടമാണെങ്കിൽ, ഇപ്പോൾ ഹൊറർ കോമഡീസ് ട്രെൻഡ് ആണല്ലോ, അപ്പൊ ഇത് കണ്ടു നോക്കാവുന്നതാണ്. മാത്യു തോമസ്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, ശരത് സഭ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. നവാഗതനായിട്ടുള്ള നൗഫൽ അബ്ദുള്ളയാണ് ഇതിന്റെ എഡിറ്റിംഗും ഡയറക്ഷനും വെച്ചേക്കുന്നത്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തിനും പുതുമുഖങ്ങളാണുള്ളത്. മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത, അത്യാവശ്യം ഒരു എൻഗേജിങ് ആയിട്ടുള്ള, ഫാസ്റ്റ് പേസിൽ പോകുന്ന, നീറ്റായിട്ട് എടുത്തിട്ടുള്ള, നല്ല മേക്കിംഗ്, കുഴപ്പമില്ലാത്ത മേക്കിംഗ് ഉള്ള പടം തന്നെയാണ് നൈറ്റ് റൈഡേഴ്സ്. ആദ്യമേ പറഞ്ഞ പോലെ ഇതിൽ ഹൊറർ എലിമെന്റ്സ് ഉണ്ട്, കോമഡി എലിമെന്റ്സ് ഉണ്ട്, റൊമാൻറ്റിക് എലിമെന്റ്സ് ഉണ്ട്. അതൊക്കെ ഒരു മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കണത്. ഇതൊരു ഫിക്ഷണൽ വില്ലേജാണ് കഥ നടക്കുന്നത്. അവിടെ ഒരു കുതിര മനുഷ്യൻ ആളുകളെ പേടിപ്പിക്കുന്നു. അതിന്റെ നിഗൂഢത കണ്ടെത്തലാണ് ഇതിന്റെ ഒരു ഉള്ളടക്കം. ഇതിലൊരു പോരായ്മ എന്ന് പറയാനാണെങ്കിൽ, ഇവർ ഈ കാലഘട്ടം പറഞ്ഞതിൻ്റെ ഉള്ള പോരായ്മകളാണ് ഉള്ളത്. കാരണം കാലഘട്ടം കാണിച്ചേക്കണത് മൊബൈൽ ഫോണും CCTV ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവർ പറയണ കഥ നടക്കില്ല. പക്ഷെ അങ്ങനത്തെ കാലഘട്ടത്തില് ഇന്നത്തെ കാലഘട്ടത്തിനോട് ചേർന്നിട്ടുള്ള ചില ഡ്രസ്സിങ്ങും ചില വണ്ടികളും, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഓട്ടോറിക്ഷ